ഞണ്ട് കറി ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഞണ്ട് കറിയുടെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് കാലിൻ്റെ ഭാഗത്തെ മാംസം കഴിക്കുന്ന അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമാണെന്ന് പറഞ്ഞാൽ കഴിക്കാനായിട്ട് ബീഫുണ്ട്, താറുണ്ട്, പോർക്കുണ്ട്, കടഫ്രൈണ്ട്, ചില്ലി പോർക്കുണ്ട്, ചില്ലി ബീഫുണ്ട്, ഇലേക്കുണ്ട്, കൊഴുവിൻ്റെ പിലപ്പിൻ്റെ കരിമീൻ. കൊച്ചു പെണ്ണെ നിനക്കെത്ര മാരന്മാരുണ്ടേ നടി. നമസ്കാരം, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള ആലപ്പാട് കുണ്ടോളിക്കടവ് കള്ളുഷാപ്പിന് മുന്നിലാണ്. അവിടെ വരുന്നവർക്ക് നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കാണാം, നല്ല ഒന്നാം തരം കള്ളു കുടിക്കാം. അതിലുപരി അത്യുഗ്രൻ രുചിയുള്ള ഭക്ഷണ വിഭവങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അവ എന്തൊക്കെയാണ് അവിടുത്തെ ഭക്ഷണ വിഭവങ്ങൾ എന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഫോളോ മീ. നമസ്കാരം. എന്താണ് പേര്? എൻ്റെ പേര് ജിഷ്ണു. ജിഷ്ണു ആണ് ഫുഡിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുന്നത് അല്ലേ? കുഴപ്പമൊന്നുമില്ല, അടിപൊളി. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കഴിക്കാൻ വേണ്ടിയുള്ള? കഴിക്കാനായിട്ട് ബീഫുണ്ട്, താറുണ്ട്, പോർക്കുണ്ട്, കടഫ്രൈണ്ട്, ചില്ലി പോർക്കുണ്ട്, ചില്ലി ബീഫുണ്ട്, ഇലേക്കുണ്ട്, കൊഴുവിൻ്റെ പിലപ്പിൻ്റെ കരിമീൻ, ആട്ടുതലൻ്റെ മെയിനോട്ട് വലിയുണ്ട്, ഞണ്ടിൻ്റെ കരിമീൻ്റെ കടച്ചിൻ്റെ മോയിലുണ്ട്, ചെമ്മീറോസിൻ്റെ കപ്പിൻ്റെ മീൻകറിൻ്റെ ചപ്പാത്തിൻ്റെ പൊറോട്ടിൻ്റെ ഊണുണ്ട്. ഓരേ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഇത് എന്താണെന്നൊന്ന് മനസ്സിലാകട്ടെ. ഒന്ന് ചെറുതായിട്ട് പതുക്കെ 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 എന്ന് പറയാമെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. അതിനെന്താ പറയാലോ, ബീഫ് റോസ്റ്റ്, പോർക്ക് റോസ്റ്റ്, നാടൻ താറാവ് റോസ്റ്റ്, കപ്പ, ഏട്ടത്തലക്കായ, തലക്കറി, ഇറച്ചി വെപ്പ്, ആട്ടുംതല മരുന്ന് വെപ്പ്, ചെമ്മീൻ റോസ്റ്റ്, കൂന്തല്, കല്ലുമ്മക്കായ, കക്കർച്ചി, ആടിന്റെ തലച്ചോറ്, മീനിന്റെ മുട്ട പലിഞ്ഞീൻ, ചിക്കൻ കൊണ്ടാട്ടം, പോർക്ക് കൊണ്ടാട്ടം, ബീഫ് കൊണ്ടാട്ടം, 65, ചില്ലി പോർക്ക്, ചില്ലി ബീഫ്, ചില്ലി ചിക്കൻ, ചിക്കന്റെ ലെഗ് ഫ്രഷ്, കാട ഫ്രൈ, കൊഴുവ, പിലോപ്പി, കരിമീൻ, മാന്തള്, ഊണ്, പിന്നെ ചപ്പാത്തി, പൊറോട്ട, കപ്പ, മുട്ട പുഴുങ്ങിയത്, മീൻകറി, പത്തിരി, അപ്പം, ഇതെല്ലാം ഉണ്ട്. എപ്പോൾ കഴിച്ച് തീർക്കും? അതെ 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 കാലത്ത് 8 മണി തൊട്ട് 9 മണി സമയമുണ്ട്. അത്ര സമയത്തിനുള്ളിൽ കഴിച്ച് തീർക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കിട്ടുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ. ഇനി നമുക്കത് എന്തൊക്കെയാണെന്നുള്ളത് നേരിട്ട് നമുക്ക് കണ്ടുപോകാം. ഇത് കരിമീൻ ഫ്രൈ ചെയ്യാനുള്ള കരിമീനാണത്. ഇത് ചില്ലി പോർക്ക് ഡ്രൈ ഫ്രൈ ആയി ചെയ്യാനുള്ളത്. ഇത് ചിക്കൻ്റെ ലെഗ് പീസ്, അത് ഫ്രൈ ചെയ്യാൻ തന്നെ. ഇത് ബീഫ് ഡ്രൈ ഫ്രൈ, BDF എന്ന് പറയും. ഇത് കൊഴുവ ഫ്രൈ, നത്തോലി, ചിക്കൻ 65, പിന്നെ നിർത്തി പൊരിച്ച കാട ഫ്രൈ വറക്കാനുള്ളതായിട്ട് മസാല അടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ബീഫ് റോസ്റ്റ്, കുണ്ടോളിക്കടവ് സ്പെഷ്യലാണ് ബീഫ് റോസ്റ്റ്. അതായത് എൻ്റെ അച്ഛന്മാര് തൊട്ട് കാരണന്മാരായിട്ടുള്ള പേരെടുത്തിട്ടുള്ള ഒരു വിഭവമാണിത്. അടിപൊളി. അപ്പോൾ ഇതായിരിക്കും ഇവിടുത്തെ ഏറ്റവും ഫേമസ്. അതെ അതെ അതെ, ബീഫ് റോസ്റ്റ് നാളിനകത്തുള്ള ഒരു പീസ് കഴിച്ചോക്കാം. അപ്പോൾ ഇത് ഇവിടുത്തെ ഏറ്റവും രുചികരമായൊരു ഫുഡാണെന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ പണ്ട് തൊട്ടേ ഉള്ള ഒരു ഫ്രൈ ആണ്, ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ ഇതിൻ്റെ രുചി എന്നാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. വെയിറ്റ്. ഇതൊക്കെ ഒരു മസാലക്കറി പ്രത്യേക ടേസ്റ്റാണുള്ളത് കേട്ടോ. സത്യമാണെന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന കണക്കത്തെ ഒരു ടേസ്റ്റ് അല്ല, ഒരു വെറൈറ്റി ഒരു ടേസ്റ്റ് ഇതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഉഗ്രം ബീഫ് ഫ്രൈ ആണ്, അതാണ് ഇവിടുത്തെ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഫ്രൈ. അപ്പം നമ്മൾ അദ്ദേഹം പറഞ്ഞ കുറച്ച് വിഭവങ്ങളാണ് നമ്മൾ പറഞ്ഞ് കണ്ടിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള വിഭവങ്ങൾ അദ്ദേഹം തന്നെ പറഞ്ഞ് നമ്മളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അടുത്ത ഏതൊക്കെയാണ്? നമ്മുടെ മുളകിട്ടുള്ള ചൂരക്കറി, നല്ല നാടൻ മീൻകറി, മുളകിട്ടുള്ളത്, പുള്ളിയുടെ പാവം കഴിക്കാനായിട്ട് അടിപൊളി. ഇത് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ആയിട്ട് വെച്ചിട്ടുള്ള സംഭവമാണ്. ഇത് കപ്പ അല്ലേ? കപ്പ. ഇത് നമ്മുടെ നാടൻ താറാവ് റോസ്റ്റ്, നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ടുള്ള നാടൻ താറാവ്. അടിപൊളി. അതിന്റെ കളർ കാണുമ്പോൾ തന്നെ അറിയാം കുരുമുളകിന്റെ ഒരു മേമ്പൊടി അവിടെ ഉണ്ട്. ഇത് പോർക്ക് റോസ്റ്റ്. ഇതെന്താണ് ഇത് നമ്മുടെ ഏട്ടത്തല, മീനിന്റെ തലയില് ഏട്ടത്തല, അത് കായിട്ട് വെച്ചിട്ടുള്ള ഇറച്ചി വെപ്പ്. കായിട്ടെന്ന് വെച്ചാല് നമ്മുടെ നേന്ത്രക്കായിട്ട് വെച്ചിട്ടുള്ള ഇറച്ചി വെപ്പ്. അതെ, ഇറച്ചി വെപ്പ് അടിപൊളി സാധനമാണ്. ഇത് നമ്മുടെ ഞണ്ട് റോസ്റ്റ് ആണ്. അതെ, ഇത് കൂന്തൽ റോസ്റ്റ്, കണവാന്ന് പറയും. കൂന്തൽ ഇവിടെ കണവാന്ന് പറയും, കൂന്തൽ പല പല പേരുകളാണ്. അതെ, ചേട്ടനനിയന്മാരാണല്ലോ. ഇത് ചിക്കൻ കൊണ്ടാട്ടം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണ്? അത് കൊണ്ടോട്ടം നമ്മള് കുത്തുമുളകൊക്കെ ഇട്ട് ചെറിയ സോസും കാര്യങ്ങളൊക്കെ. ഇതെന്തൊരു പൊടി വിഭവം? ഇത് മീനിന്റെ മുട്ട പലിഞ്ഞി. പലിഞ്ഞി. മീനിന്റെ മുട്ട, അത് നമ്മുടെ ഈ സാധാ മുട്ട ചിക്കി എടുത്തിരിക്കുന്ന ചിക്കി വെച്ചിരിക്കുന്നത് മീൻ പലിഞ്ഞി റോസ്റ്റ്. ഇത് കല്ലുമ്മക്കായ. അത് നമ്മുടെ വടക്കോട്ടൊക്കെ ചെല്ലുമ്പോഴത്തേനും കിട്ടുന്ന ഏറ്റവും വലിയൊരു വിഭവമാണ് കല്ലുമ്മക്കായ. അതിന്റെ അനിയെന്ന് പറയുന്നത് കക്ക. കല്ലുമ്മക്കായ, കക്ക. ഇത് ആട്ടുംതല മരുന്ന് വെപ്പ്. ആട്ടുംതല ഉദ്ദേശിക്കുന്ന തല പീസാക്കിയിട്ടുള്ളത് മരുന്ന് വെപ്പാണ്. ഇത് ചാടി കളിക്കുന്ന മൊയല്. ഇന്നലെ ചാടി കളിച്ച മൊയല് ഇന്നിപ്പോ ചട്ടിയിലുള്ളിൽ നമ്മുടെ മുട്ട പുഴുങ്ങിയത്. അപ്പം നമ്മൾ ജിഷ്ണു പറഞ്ഞ എല്ലാ വിഭവങ്ങളും നമ്മൾ കണ്ടു പരിചയപ്പെട്ടു. ഇനി നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാ.
അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള ഫുഡുകളെല്ലാം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ഓരോ വിഭവങ്ങളും എന്താണെന്നും അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നും ഞാൻ രുചിച്ച് പറയുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, പിന്നെ കേട്ടില്ലെന്ന് പറയരുത് കേട്ടോ. ആദ്യം നമുക്ക് ജിഷ്ണു പറഞ്ഞ ഉണ്ടോ ഏട്ടത്തല അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതുണ്ട് ഏട്ടത്തല ഉണ്ടോ. എല്ലാവരും വിചാരിക്കും ഈ ഏട്ടത്തലയ്ക്കകത്ത് മാംസം കാണില്ല എന്നുള്ളത്. പക്ഷേ ഏട്ടത്തലയ്ക്കകത്ത് നിറച്ച് മാംസമാണ്. അത് നല്ലതായിട്ട് മുളകൊക്കെ പിടിച്ച് നല്ല പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ്ഫുള്ളായിട്ടിരിക്കുകയാണ്. അടിപൊളിയാണ്, സൂപ്പറാണ്. ഈ വഴി നിങ്ങൾ വരുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഈ ഷാപ്പിൽ കയറുക, ഈ സ്പെഷ്യൽ സാധനം കഴിച്ച് നോക്കണം, അടിപൊളിയായിരിക്കും കേട്ടോ. അടുത്തത് അടുത്ത നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ളതിനറിയാം. ഇത് ആടിൻ്റെ ഇതാണ് ഇത്. അപ്പോൾ ഇത് ആടിൻ്റെ ടേസ്റ്റ് എന്നാണെന്നുള്ളത് നമുക്കൊന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം അല്ലേ. അതെ, ആടിൻ്റെ ടേസ്റ്റ് എന്താണ് കാണാം. ആഹാ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തിട്ടിരിക്കുന്ന മുളക് ഒരു പ്രത്യേക മുളകാണ്. നമ്മുടെ ഈ ഗ്യാസ് മുളക് എന്ന് പറയുന്നതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് ഒരു വ്യത്യാസമുണ്ട്. പിന്നെ അതുകൂടാതെ കുരുമുളകിൽ കുറേ അരിഞ്ഞ് കിട്ടുന്നുണ്ട്. ഇതൊരു ടേസ്റ്റ് അടിപൊളി. അടുത്തത് സൂപ്പർ സാധനമാണിത്. ഇത് കൂന്തൽ നമ്മളിപ്പം കൂന്തൽ എന്ന് പറയും, ചിലയിടത്ത് കണവ എന്ന് പറയും. അങ്ങനെ പല സ്ഥലങ്ങളിലും പല പേരിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ ടേസ്റ്റാണ് ഞാൻ അടുത്ത് നോക്കാൻ പോകുന്നത്. കൂന്തലിൻ്റെ ഈ മാംസത്തിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ സോഫ്റ്റാണ്. അതുകൊണ്ട് ഇതിനകത്ത് നല്ല എരിവും പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ്, അടിപൊളി. ഇനിയും കാരണം എന്ന് വെച്ചാൽ അടുത്തത് മീൻകറിയാണ്. നമ്മൾ ഈ കപ്പയില്ലേ, ഈ കപ്പ ആദ്യം ഇതിലെടുത്തിട്ട് പതുക്കെ നമ്മളിതിൻ്റെ ചാറിനകത്ത് മുക്കുക. അതുകൂടാതെ ഇച്ചിരി ദശയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ സ്വല്പം ദശ എടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ വെച്ചിട്ട് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. നല്ല കപ്പ, നല്ല കുഴഞ്ഞിരിക്കുന്ന കപ്പയുടെ കൂട്ടത്തിൽ ആ മീനോട് കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. സൂപ്പർ. പിന്നെ ഉള്ളത് അടുത്ത ചിക്കൻ്റെ ഉണ്ടോ, ഡ്രൈ ഫ്രൈ ആണ്. ചിക്കൻ നല്ലതായിട്ട് മുരിച്ച് വെച്ചിരിക്കുകയാണ്. കാരണം ചിക്കൻ എന്ന് പറഞ്ഞാൽ വലിയ പീസുകളല്ലാതെ ചെറിയ പീസുകളാക്കി നല്ലതായിട്ട് മുരിച്ച് വെച്ചിരിക്കുക, അടിപൊളിയായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൊടിമീൻ വറ, അത് നമുക്ക് എല്ലാവർക്കും ടേസ്റ്റ് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കക്കയിറച്ചി, അത് നല്ല തേങ്ങ പീരിയാക്കിയിട്ട് നല്ലതായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടുത്തത് ഇത് കല്ലുമ്മക്കായ. കാരണം ഇത് കല്ലുമ്മക്കായ ഈ നമ്മുടെ നാട്ടിലോട്ടൊക്കെ വളരെ വിരളമായിട്ട് കിട്ടുന്നത്. പക്ഷേ വടക്കോട്ടുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് കിട്ടുന്നത്. ഈ കല്ലുമ്മക്കായ നല്ലതായിട്ട് കുരുമുളകൊക്കെ ഇട്ട് നല്ല ഉഗ്രനായിട്ട് വളർത്തി വെച്ചിരിക്കുന്നത് നല്ല ടേസ്റ്റ്ഫുള്ളാണ്. പിന്നെ അടുത്ത വിഭവം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഐറ്റമാണ് ഇവിടുത്തെ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീൻ മുട്ട എന്ന് പറയും, നമ്മൾ പോലെ വലിഞ്ഞിൽ എന്ന് പറയും. ആ മീനിൻ്റെ മുട്ടയെന്ന് പറയും, പല സ്ഥലങ്ങളിലും പല പേരിലാണ്. അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് നല്ല ഫ്രൈ ആക്കി നല്ല പൊടിയായിട്ട് വറുത്ത് നല്ല ഇരിക്കുന്നൊരു സാധനം ഉണ്ടാകും. നല്ല പൊടിയായിട്ട് വറുത്തിരിക്കുന്നുണ്ട്. ആ സാധനമാണ് ഈ മീനിൻ്റെ മുട്ട അല്ലെങ്കിൽ മീനിൻ്റെ വലിഞ്ഞിൽ. അത് നല്ല സാധനം ഉണ്ടാകും. ഇത് പോർക്ക് കറിയായിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ ചെമ്മീൻ റോസ്റ്റാണ്. ഇത് ഞണ്ട് കറി. നമുക്ക് ഞണ്ട് കറി ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഞണ്ട് കറിയുടെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് കാലിൻ്റെ ഭാഗത്തെ മാംസം കഴിക്കുന്നത്. അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമാണെന്ന് പറഞ്ഞു. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അടിപൊളി. അതാണ് ഒരു പ്രത്യേകത. അതിൻ്റെ കാലിൻ്റെ ഭാഗത്തെ മാംസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് കാട ഫ്രൈ, ഇത് താറാവ്, ഇത് പന്നി ഇത് മുളകൊക്കെ ഇട്ട് കുരുമുളകൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന പന്നിക്കറിയാണിത്. അങ്ങനെ എല്ലാം ദൈവത്തിൽ ഓർത്ത് ഇതെല്ലാം ഓരോന്നോരോന്ന് കഴിച്ച് എനിക്കെല്ലാം കൂടെ കഴിക്കാനുള്ളൊരു വയ്യ. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നോരോന്ന് പരിചയപ്പെടുത്തി പോയത്. പക്ഷേ എല്ലാം അതിന് നല്ല ടേസ്റ്റാണ്. അടിപൊളി രുചികരമായ ഭക്ഷണമാണ് ഇവിടുത്തത്. എല്ലാവരും വരിക. ഇവിടെ പോകുന്നവരെല്ലാവരും ഇവിടെ ഷാപ്പിൽ കയറി ഇതൊന്നും
പരീക്ഷിച്ച് നോക്കുക. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഇവിടെ നല്ല ആംബിയൻസിൽ നല്ല കളർഫുള്ളായിട്ട് നല്ല അലങ്കാരത്തോടു കൂടിയാണ് ഇവിടെ ഒരു 2 മാസം മുന്നേ വരെ നല്ല കണിക്കൊന്ന പൂത്തു നിൽക്കുന്ന ലാഭത്തോടെയാണ് നമ്മുടെ ആ ചെടി പൂത്തു നിന്നത്. അതുപോലെ തന്നെ നല്ല ഔഷധ ഗുണമുള്ള ഷുഗർ വള്ളി എന്ന് പറയും, ചിറ്റാമൃത്, ഷുഗറിനൊക്കെ നല്ല ഔഷധ ഗുണമുള്ള ചെടിയാണ് നമ്മുടെ ഈ ഹട്ടിൻ്റെ മേളിലായിട്ട് നിൽക്കുന്നത്. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിചയപ്പെടുത്താനുള്ള വിഭവം എന്ന് പറയുന്നത് നമ്മുടെ നല്ല ഒന്നാം തരം കള്ളിൻ്റെ കൂടെ, അതായത് ചെത്ത് കള്ളിൻ്റെ കൂട്ടത്തിൽ കുടിക്കാൻ പറ്റുന്ന വിഭവങ്ങളാണ് അടുത്തത്. ആ വിഭവങ്ങൾ കൂട്ടി ഒരു ഗ്ലാസ് കള്ള് കുടിച്ചാലുണ്ടാകുന്ന സുഖം എൻ്റെ പൊന്നോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഗ്ലാസ് കള്ളിൻ്റെ കൂട്ടത്തിൽ അടുത്ത വിഭവങ്ങൾ എന്നാണ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിലൊക്കെ വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് ഒറ്റയ്ക്കിരുന്ന് കുടിക്കാൻ എന്തോ ഒരു ചെറിയൊരു വൈക്ലഭ്യം. പക്ഷേ എൻ്റെ ഒരു ഏറ്റവും ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, അവരും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു കളർഫുള്ളാകും. സുധീഷേ ഇവിടെ വേടാ, അവൾ ഒറ്റയ്ക്കിരുന്ന് കുടിക്കുന്നോ? ഇങ്ങോട്ട് വാ. ഇനി ഇത് വേണ്ട. നമസ്കാരം. ഇത് നമ്മുടെ സുധീഷ് അഞ്ചേരി, അടിപൊളി ഒരുപാട് ചാനലിലൂടെ കോമഡി പ്രോഗ്രാമിലൂടെ നിങ്ങളുടെയൊക്കെ മനസ്സ് കീഴടക്കിയ താരമാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിലാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് അടിച്ച് പൊളിക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് നമ്മൾ ഈ കള്ള് സഭയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ ഞാനോട് ഒരു ഗ്ലാസ് കള്ള് എടുത്തോട്ടെ? തീർച്ചയായിട്ടും. അപ്പോൾ എടുത്തിട്ട് വേണം നമുക്കൊന്ന് പൊളിക്കാൻ. ദർബാർ ഷോ. അടി അന്നൊര പൊങ്ങുന്നുണ്ടോടാ കള്ളിൻ്റെ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്. അടിപൊളി. ഇത് കണ്ടോ, നമ്മൾ സാധാരണ കരിമീൻ ഫ്രൈക്കകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇച്ചിരി എണ്ണയും കാര്യങ്ങളൊക്കെ, ഇത് നല്ല മൊരിഞ്ഞ് നല്ല നുള്ളി എടുത്താൽ ഇങ്ങനെ ഇവനിങ്ങനെ കിടന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. കണ്ടോ അതുപോലെ ഇത് കണ്ട സൂപ്പർ. കണ്ട നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടുള്ള സാധനം. നിന്നോട് പിന്നെ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ സ്ഥിരം ഇത് കഴിക്കുന്നതല്ലയോ, ഇതെന്ത് ടേസ്റ്റാണ് അത്. അതല്ല ഈ ഫുഡിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് എല്ലാവരും ഇവിടെ വരാനും അടിപൊളി സെറ്റാക്കാനും. കള്ളും അതുപോലെ തന്നെയുള്ള കറികളും അതാണ്, കള്ളും കറികളുമാണ് ഇവിടുത്തെ പ്രത്യേകത. അടിപൊളി സൂപ്പറായിട്ടുണ്ട്. ഈ കുണ്ടോളിക്കടവ് ഈ ഷാപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് കള്ള് കുടിക്കാൻ വേണ്ടി മാത്രമല്ല, അത് ഏതൊരു കുടീനായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി മാത്രമല്ല, ഇവിടുത്തെ ഫുഡും കള്ളും നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി വരുന്നത്. അതിന്റെ ഒരു ടേസ്റ്റ് കൂടെ ഇഷ്ടം പോലെ ഫാമിലി കൂടി വരുന്നത്. അതാണ് ഈ ഫുഡിന്റെ പ്രത്യേകത കൊണ്ട്. അതാണ് ഞങ്ങളുടെ തൃശ്ശൂരിന്റെ ഒരു വൈബ്, മണിച്ചേട്ടന്റെ നാട്. അതാണ് തൃശ്ശൂരിന് ഇത്ര ഒരു ഗുമ്മല്ലേ, അടിപൊളി. അപ്പോൾ ഒറ്റ റെസിപ്പിൾ എടുത്തേ. അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് തൃശ്ശൂർകാർക്ക് കേൾക്കാൻ ഒരു നല്ല ഒരു ഷാപ്പിൽ ഒരു നാടൻ പാട്ടോ ഏതെങ്കിലും ഒരു പാട്ട്, ഒരു നല്ല പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പിടിച്ചോ. ചടപ്പാടി തുടങ്ങിക്കോ, പൊട്ടിക്കോ, അവർ വന്നോളൂ. ഓക്കെ. അത്തിന്നം തെയ്യണ്ണം തകൃതിന്തിന്നം താരോ തകതിത്തിന്നം തെയ്യണ്ണം തകൃതിന്തിന്നം താരോ അത്തിന്നം തെയ്യണ്ണം തകതിന്തിന്നം താരോ തകതിത്തിന്നം തെയ്യണ്ണം തകതിന്തിന്നം താരോ അത്തിന്നം തെയ്യണ്ണം തകതിന്തിന്നം താരോ തകതിത്തിന്നം തെയ്യണ്ണം തകതിന്തിന്നം താരോ കൊച്ചിക്കാരത്തെ കൊച്ചു പെണ്ണെ നിനക്കെത്ര മാരന്മാരുണ്ടേ നടി കൊച്ചിക്കാരത്തെ കൊച്ചു പെണ്ണെ നിനക്കെത്ര മാരന്മാരുണ്ടേ നടി കെട്ടിയ മാരനെ കൂടാതെ എനിക്കൊരു 9 മാരന്മാരുണ്ടേ നടി കെട്ടിയ മാരനെ കൂടാതെ എനിക്കൊരു 9 മാരന്മാരുണ്ടേ നടി തെയ്യം ദിനം ദിനം തെയ്യം താരാ തകതിമി തെയ്യം ദിനം ദിനം തെയ്യം താരാ തെയ്യം ദിനം ദിനം തെയ്യം താരാ തകതിമി തെയ്യം ദിനം ദിനം തെയ്യം താരാ ഒന്നു കറുത്തതും ഒന്നു വെളുത്തതും ഒന്നിൻ്റെ മൂക്കത്ത് മുച്ചുണ്ടിയും ഒന്നു കറുത്തതും ഒന്നു വെളുത്തതും ഒന്നിൻ്റെ മൂക്കത്ത് മുൻചുണ്ടിയും നീട്ടി നീട്ടി മുളകര ചേന
അവൾ 9 ചട്ടി കറിയും വെച്ചേ നീട്ടി നീട്ടി മുളകരച്ചേനവൾ 9 ചട്ടി കറിയും വെച്ചേ ഞങ്ങളുടെ ചാനൽ കാണുന്നവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം കെടികളെ ഓക്കെ അല്ലേ?